കേരളത്തിൻ്റെ 13ാമത്തെ മുഖ്യമന്ത്രിയായി സ്ഥാനം ഏറ്റെടുക്കുകയാണ് വി.ഡി. സതീശൻ. അദ്ദേഹത്തിൻ്റെ അറിയിപ്പ് AICCയിൽ നിന്നും അറിയിപ്പ് കിട്ടിയതിനു ശേഷം മാധ്യമപ്രവർത്തകരെ അദ്ദേഹം കാണുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഉൾപ്പെടെ എല്ലാവരോടും നന്ദി പറയുക. എന്നെ ഇതിന് പ്രാപ്തമാക്കിയത് ഈ തെരഞ്ഞെടുപ്പിൽ കഠിനാധ്വാനം ചെയ്ത ലക്ഷക്കണക്കിന് UDF പ്രവർത്തകരും ടീം UDF ആയി നിന്ന ഞങ്ങളുടെ UDF നേതാക്കന്മാരുമാണ്. തീർച്ചയായും ഞാനിവിടെ എത്തിയതിന് അവരോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചത്. 10 വർഷം നീണ്ടു നിന്നൊരു ഭരണം അവസാനിപ്പിച്ച് ആ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി ഞങ്ങൾ ചെയ്യുന്നു. കഠിനാധ്വാനം ചെയ്ത് പൂർണ്ണമായ അർപ്പണബോധത്തോടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ, കേരളത്തെ മാറ്റിയെടുക്കാൻ, പുതിയ ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ, ഒരു പുതിയ യുഗത്തിന് തുടക്കമിടാൻ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്യും. രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന കഠിനാധ്വാനവും അവർക്ക് വേണ്ടി അർപ്പണബോധത്തോടു കൂടി ചെയ്യുന്ന പ്രവർത്തികളാണ് എന്ന് ഞങ്ങൾ അതിന്റെ നിർവചനം മാറ്റിയെഴുതും. രാഷ്ട്രീയത്തിന്റെയും നിർവചനം അതായിരിക്കുമെന്ന് മാറ്റിയെഴുതും. ഇതൊരു ദൈവികമായ നിയോഗമായി ഞാൻ കാണുന്നു. വ്യക്തിപരമായി കിട്ടിയ ഒരു കാര്യമായിട്ടല്ല കാണുന്നത്. അതിനെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. ഈ വലിയ വിജയത്തിന് ഞങ്ങളെ സഹായിച്ചത്, ഏറ്റവും കൂടുതൽ സഹായിച്ചത് AICC ആണ്. ആ AICCയുടെ പ്രവർത്തനങ്ങളെല്ലാം കേരളത്തിൽ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാല ഓരോ ദിവസവും ഓരോ കാര്യവും ഞങ്ങളോട് ചോദിച്ച് എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ പിന്തുണ നൽകിയിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനായിരുന്ന നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്ന KPCC പ്രസിഡന്റായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയും പങ്കുണ്ട്. എന്റെ നേതാവ് കൂടിയാണ് ശ്രീ രമേശ് ചെന്നിത്തല. എന്റെ പ്രിയങ്കരനായിരുന്ന നേതാവ് കൂടിയാണ് ശ്രീ KC. അവരെ എല്ലാവരെയും പൂർണ്ണമായ വിശ്വാസത്തിൽ KPCC പ്രസിഡന്റ് ശ്രീ സതീശ് അതുപോലെ ഇവിടുത്തെ ചുമതല AICCയുടെ ചുമതലയുണ്ടായിരുന്ന എല്ലാവരോടും അവരുടെ ക്യാമ്പയിൻ അവരുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വമുണ്ട്. എല്ലാവരോടുമുള്ള നന്ദി ഞാൻ പ്രത്യേകമായി പറയുകയാണ്. ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ്. കാരണം കേരളം അതിന്റെ ഏറ്റവും വലിയ സങ്കീർണമായ ഒരു അവസ്ഥയിലൂടെ നടന്നുപോവുകയാണ്. ഞങ്ങളിതൊക്കെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച കേരളത്തിന്റെ ഒരു ചിത്രവും ആ വെല്ലുവിളികളെ നേരിടാൻ കേരളം ഒരുമിച്ച് നിൽക്കണം. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെ പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള പൂർണ്ണമായ പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കേരളത്തെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ, പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ എല്ലാവരും ചേർന്നുള്ള പ്രവർത്തനത്തിനും മാത്രമേ കഴിയുകയുള്ളൂ. നല്ല ഒരു ടീം ഉണ്ടാകും. നല്ല ഒരു ടീം ബിൽഡ് ചെയ്യും. ഒരാൾക്കൊറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയും. ടീമിനായിരിക്കും ചെയ്യുന്നത്. കേരളത്തെ രക്ഷിക്കാനുള്ള ആ ടീം ബിൽഡ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി തീർച്ചയായും ഏറ്റെടുക്കും. ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാവരോടും പറയുന്നു. കേരളത്തിലെ ജനങ്ങളോട് പറയുന്നു. കുതികാൽ വെട്ടും പാരകളൊന്നുമില്ലാതെ നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ, മാതൃകാപരമായൊരു ഭരണം കാഴ്ചവെക്കാൻ വി.ഡി. സതീശന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വാർത്തയുമായി നമുക്ക് വേഗം കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ലക്ക്.